ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം സ്വർഗീയ പിതാവേ, അങ്ങയുടെ മാനവകുലത്തോടുള്ള വലിയ സ്നേഹത്തിന്റെ പാരമ്യമാണല്ലോ അങ്ങയുടെ ഏകജാതന് നൽകുവാൻ തക്ക വിധം ലോകത്തെ അവിടുന്ന് സ്നേഹിച്ചത്. ഈ ആഗമന കാലത്തില് അങ്ങയുടെ മക്കളായ ഞങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരന്റെ ബലിയുടെ യോഗ്യത സ്വീകരിച്ച് രക്ഷാകരമായ പദ്ധതിയിൽ പങ്കുചേരുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഭാഗ്യപ്പെട്ട ദിനങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യോഗ്യതയോടെ ഈശോയെ സ്വീകരിക്കുവാൻ, ദൈവകൃപയുടെ നിറവിൽ നിന്ന് കർത്താവിന് ഞങ്ങളുടെ ഉള്ളിൽ ജന്മം കൊടുക്കുവാൻ കർത്താവെ അവിടെ ഞങ്ങൾക്ക് ഭാഗ്യമരുളണമേ. ഈശോയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവിടുത്തെ സ്വന്തമാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമ്പോഴാണല്ലോ, ലോകത്തിന് കഴിയുമ്പോഴാണല്ലോ പിതാവേ അവിടുത്തെ രക്ഷ ഞങ്ങൾ സ്വന്തമാക്കുക. ഈ ആഗമന കാലത്തിലെ ലോകം മുഴുവനെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലത്തിന്റെ ദിവ്യമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. അമ്മേ മാതാവേ, വചനം മാംസം ധരിച്ച അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ആഗമന കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കുക മംഗളവാർത്തയെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ തിരുവചനത്തില് യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നമ്മൾ കാണുകയാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി വിവാഹം നിശ്ചയപ്പെട്ടിരിക്കുന്ന കന്യകയുടെ അരികിലേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു എന്നുള്ള വചനത്തിലൂടെ ആരംഭിക്കുന്ന ഈ വചനഭാഗത്തില് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ അവിടുത്തെ രക്ഷ മാനവകുലത്തിന് നൽകുവാൻ ദൈവം ഒരുക്കിയ രക്ഷാകരമായ പദ്ധതി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ദൈവത്താൽ ഐക്യപ്പെട്ടു, ദൈവത്താൽ ഇടപെടുത്തപ്പെടുന്ന ഒരു വലിയ ശക്തമായ ദൈവത്തിന്റെ ഇടപെടലാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കാം. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് എന്നെ സ്വാധീനിച്ചത് മാലാഖ വന്നിട്ട് മാതാവിനോട് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. വീണ്ടും അമ്മ അപ്പോൾ അസ്വസ്ഥയാകുമ്പോൾ മാലാഖ മാതാവിനോട് പറയാ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രക്ഷാകര പദ്ധതിയുടെ മംഗളവാർത്തയുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാണ് ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ സജീവമായ സാന്നിധ്യം. അമ്മ ദൈവകൃപ നിറഞ്ഞവളാണ്. മാനവകുലത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ മനുഷ്യാവതാരത്തിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാല്, ഈ മംഗളവാർത്തയുടെ ആവശ്യകത എന്തായിരുന്നു എന്ന് ചോദിച്ചാല്, മനുഷ്യന് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. ഫുൾട്ടൻജേഷൻ ഇങ്ങനെ പറയുന്നുണ്ട്, മാലാഖ ഇറങ്ങി വന്ന് സ്വർഗത്തിന്റെ അഭിസംബോധന മാതാവിന് നൽകിക്കൊണ്ട് പറയാ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ പിശാച് ഞടുങ്ങി വിറച്ചു എന്ന് പറയാം. പിശാചിനെ ഭയപ്പെടുത്തിയ ശക്തമായ സ്വർഗത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ ആയിരുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ എന്ന് പറയുന്ന അഭിസംബോധന. കാരണം മാനവകുലത്തിന് പിശാചിന് അധികാരം കിട്ടാനുള്ള കാരണം പാപത്തിലൂടെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. ഇവിടെ പിശാചിന് പിന്നെ ദൈവകൃപ നഷ്ടപ്പെട്ടാൽ പിന്നെ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ വെറും ജഡമാ. ആ ജഡത്തിന് മേൽ പിശാചിന് അധികാരം കിട്ടി.
ആ അധികാരത്തിൽ മനുഷ്യനെ നശിപ്പിച്ച് കൊലപാതകം, വെറുപ്പ്, ജഡികാസക്തി, സകലവിധ മേച്ഛകൾക്കും അടിമപ്പെടുത്തി പിശാച് അവന്റെ ആധിപത്യവും അവന്റെ ഭരണവും നടത്തുന്ന ആ മാനവകുലത്തിന്റെ ഇടയിൽ നിന്ന് ഇതാ ഒരുവൾ, അവൾ ആരാണ്? ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ. ഈ മംഗളവാർത്തയുടെ കേന്ദ്ര ബിന്ദു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവകൃപ നിറഞ്ഞ അമ്മയാണ്. രക്ഷാകരമായ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കാരണമായത് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഈ മംഗളവാർത്തയുടെ ഈ ദിവ്യ സന്ദേശത്തിൽ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഈ ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം. കൃപ നഷ്ടപ്പെട്ടു പോയ മാനവകുലം അവിടെ ദൈവകൃപ നൽകുവാൻ വേണ്ടി വചനത്തെ സ്വീകരിച്ച് മാംസം ധരിപ്പിച്ചു നൽകിയ പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ അരികിലേക്ക് ഈ മാലാഖ കടന്നു വരുമ്പോൾ നമുക്കറിയാം അമ്മ ദൈവകൃപ നിറഞ്ഞവളാണെന്നുള്ള സാക്ഷ്യം പിശാചിനെ ഭയപ്പെടുത്തി. ഇവിടെ അല്പം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളായത്? നമുക്കറിയാം ആദ്യ മാതാപിതാക്കള് ആദവും ഹവ്വയും ദൈവകൃപയിലായിരുന്നു, ദൈവിക ജീവനിലായിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ അല്ലെങ്കിൽ വചനത്തെ ലംഘിച്ചപ്പോൾ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ മാനവകുലത്തിലേക്ക് ഉത്ഭവ പാപത്തിന്റെ ഒരു വലിയ പൈശാചിക ആധിപത്യം. നമുക്കറിയാം ലോകത്തിൽ എവിടെ ജനിക്കുന്ന ഒരു ദൈവ പൈതലിലും ഉത്ഭവ പാപത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. അവൻ ജഡത്തിന്റെ ആസക്തിയിൽ ജനിക്കപ്പെട്ടവനായതുകൊണ്ട് ജഡികാസക്തിയുടെ അവസ്ഥയിൽ നിന്ന് ഉത്ഭവ പാപത്തിന് സകല മക്കളും അടിമകളായി. എന്നാൽ പരിശുദ്ധ അമ്മ അമലോത്ഭവയായിട്ട് ജനിച്ചു. അതിനും രക്ഷാകരമായൊരു പദ്ധതിയുണ്ട്. അതായത് പരമപരിശുദ്ധനായ ദൈവം ജനിക്കണമെങ്കിൽ ആ ജനിക്കുന്ന സ്ഥലം പാപമില്ലാത്ത ഒരു സ്ഥലമായിരിക്കണം. മാതാവ് ഉത്ഭവ പാപത്തോടെയാണ് ജനിച്ചതെങ്കിൽ അവിടെ പാപത്തിന് സാന്നിധ്യമുണ്ട്. അവിടെ പരമപരിശുദ്ധനായ ദൈവത്തിന് ജനിക്കാൻ സാധ്യവുമല്ല. അതുകൊണ്ട് പിതാവായ ദൈവം അമലോത്ഭവത്തെക്കുറിച്ച് ഇങ്ങനെയല്ലേ പറയുന്നത്? തന്റെ തിരുക്കുമാരനിൽ പൂർത്തീകരിക്കുവാനിരിക്കുന്ന ബലിയുടെ യോഗ്യത പിതാവായ ദൈവം മുൻകൂട്ടി പരിശുദ്ധ അമ്മയ്ക്ക് നൽകി. ബലിയുടെ യോഗ്യത, പാപപരിഹാര ബലി, ജീവദായകമായ ബലി, പാപത്തെ നിർവീര്യമാക്കുന്ന ബലിയുടെ യോഗ്യത, യേശുവിൽ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്ന ബലിയുടെ യോഗ്യത പിതാവായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകി. അമലോത്ഭവത്തിൽ ഇതാ മാതാവ് ജനിക്കുവാൻ ഇടയായി എന്നാ പറയാ. അമലോത്ഭവത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കണ സത്യമായ അമലോത്ഭവ ദിവ്യരഹസ്യം അതാണ്. അങ്ങനെ മാതാവ് അമലോത്ഭവിയായി. പ്രിയപ്പെട്ടവരെ, ആദവും ഹവ്വയും അമലോത്ഭവത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ ഇവിടെ അമലോത്ഭവിയായിട്ട് ജനിച്ചു. ഇവിടെ നമുക്ക് കാണുന്നൊരു വ്യത്യാസം എന്തെന്നറിയോ? ഈ അവസ്ഥയിൽ ജനിച്ച ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് ചേർന്ന് വചനം അനുസരിച്ച് വചനത്തിന് സമർപ്പിച്ച് ജീവിക്കണം. അതാണ് അവന്റെ അവസ്ഥ. ഇവിടെ ആദവും ഹവ്വയും വചനം ലംഘിച്ചു, ദൈവകൃപ നഷ്ടപ്പെടുത്തി, അമലയായ അവസ്ഥ നശിപ്പിച്ചു, പാപത്തിന് അടിമയായി പിശാചിന് ആധിപത്യം കിട്ടി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 407 ഇങ്ങനെ പഠിപ്പിക്കുന്ന ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവകുലത്തിന് മേൽ ഒരുതരം ആധിപത്യം കിട്ടി. മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാചിന്റെ പിടിയിൽ അമർന്ന ശക്തമായ ആധിപത്യത്തിന് മാനവകുലം അടിമപ്പെട്ടുപോയി. വചനം ലംഘിച്ച് അടിമപ്പെട്ടുപോയ മാനവകുലത്തിന്റെ മേലുള്ള പൈശാചിക ആധിപത്യം. ഇവിടെ അമലോത്ഭവിയായിട്ട് ജനിച്ച അമ്മ ഇതാ വചനത്തിന് പരിപൂർണമായിട്ടും ജീവിതത്തില് പ്രാധാന്യം കൊടുത്തു. ആദവും ഹവ്വയും വചനം ലംഘിച്ചുവെങ്കിൽ പരിശുദ്ധയമ്മ വചനത്തിന് പ്രാധാന്യം കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. മാലാഖ മാതാവിനോട് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ മാതാവ് ഉടൻ തന്നെ പറയാ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് മാതാവ് ഈ സമയത്ത് ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയാനുള്ള കാരണം? നമ്മൾ കണ്ടു, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയാണ് പരിശുദ്ധ അമ്മ. ഇപ്പോൾ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് നീ ഗർഭം ധരിക്കും, പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കത്തില്ല. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഭാവി സംഭവിക്കാമാണ് കാര്യമാണ് മാലാഖ പറയുന്നത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഒരു കാരണവശാലും ഒരു പെൺകുട്ടി ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കില്ല. കാരണം ഉടൻ തന്നെ കല്യാണം കഴിയും, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും, അവൾ ദാമ്പത്യ ജീവിതം ജീവിക്കും, അവൾക്ക് കുഞ്ഞുണ്ടായേക്കാം. ഒരിക്കൽ പോലും അവൾ അത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് മാതാവ് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയാനുള്ള കാരണം അതിനും വചനത്തിന്റെ ഒരടിസ്ഥാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ
സ്ത്രീകളുടെ നേർച്ചകളെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീ തന്റെ പിതാവിന്റെ ഭവനത്തിൽ വെച്ച് കന്യകാത്വം ദൈവത്തിന് നേരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലം, വചനാധിഷ്ഠിതമായ ജീവിതമുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നത്, അവൾ കന്യകാത്വം നേർന്നു, പിതാവ് അറിഞ്ഞു, തടസ്സപ്പെടുത്തിയില്ല. അവൾ കന്യകാവ്രതം ജീവിക്കുവാൻ ബാധ്യസ്ഥയാണ്. വീണ്ടും പറയാ, അവൾ വിവാഹ നിശ്ചയ സമയത്ത് താൻ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനോട് പറയാ, ഞാൻ എന്റെ കന്യകാത്വം ദൈവത്തിന് നേർന്നിരിക്കുക, അങ്ങേക്ക് എന്നെ കന്യകയായിട്ട് തുടരുവാൻ അനുവദിക്കാമോ ഇല്ലയോ? ആ പുരുഷൻ സമ്മതിക്കുകയാണ്, നീ അങ്ങനെ ജീവിക്കാൻ എനിക്ക് സമ്മതമാണ്, ഞാൻ നിന്നെ അതുപോലെ കാത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ ആ ദാമ്പത്യ ജീവിതത്തില് കന്യകാവ്രതം, ബ്രഹ്മചര്യവ്രതം ജീവിക്കുവാൻ ബാധ്യസ്ഥരാണെന്നാണ് വചനം പറയുന്നത്. ഈ വചനം അനുസരിച്ച് പരിശുദ്ധ അമ്മ കന്യകാവ്രതം നേർന്നു. യൗസേപ്പ് പിതാവ് അംഗീകരിച്ചു. രണ്ടുപേരും ദാമ്പത്യ ജീവിതത്തില് ഒരിക്കൽ പോലും പുരുഷനെ അറിയാത്ത ജീവിതമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജീവിതം ജീവിക്കുവാൻ ബാധ്യസ്ഥര. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ അടുത്തേക്ക് മാലാഖ വന്നിട്ട് ഈ മംഗളവാർത്ത പറയുമ്പോൾ മാതാവ് പറയുന്നത്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഈ ദൈവമായ കർത്താവ് ഹവ്വായോട് ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു വചനം. ഈ വചനം അവർ ലംഘിച്ചപ്പോൾ ഈ വചനത്തിനനുസരിച്ച് സമർപ്പിച്ച ജീവിതത്തിനെതിരെ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ പോലും മാലാഖ പോലും പ്രഭാപൂർണനായ ഒരു പിശാചിന്റെ അവസ്ഥയിൽ വരാമെന്നൊക്കെ വചനം കാണുന്നുണ്ട്. ആ വചനത്തെ തിരസ്കരിക്കാനോ വചനത്തിനെതിരെ ഒരു കാര്യം ചിന്തിക്കാനോ മനസ്സ് കൊടുക്കാതെ മാതാവ് പറയാ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ആണത്വമുള്ള വചനത്തിനു വേണ്ടി, ആ വൃദ്ധത്തിനു വേണ്ടി ജീവിക്കാൻ പൂർണ്ണ ഹൃദയത്തോടെ തീരുമാനിച്ചുറച്ച പരിശുദ്ധ അമ്മ വചനം ലംഘിക്കുവാൻ ഒരിക്കലും മനസ്സ് കാണിച്ചില്ല. അതാണ് പ്രിയപ്പെട്ടവരെ അമ്മയിലുള്ള ദൈവകൃപയുടെ അടിസ്ഥാനം. അമ്മ ദൈവകൃപ നിറഞ്ഞവളാകാനുള്ള കാരണം അമലോത്ഭവത്തിൽ ജനിച്ചത് മാത്രമല്ല, പിന്നെയോ ആ ദൈവകൃപയിൽ വളരാൻ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് നിങ്ങൾ വചനം ലംഘിച്ചാൽ മരിക്കും എന്ന ആ സത്യമായ കാര്യം ഒരിക്കൽ പോലും മറക്കാതെ വിസ്മരിക്കാതെ, വചനത്തിനും തന്റെ വ്രതത്തിനും എതിരായ കാര്യം വന്നപ്പോൾ എനിക്കറിയണ്ട, കേൾക്കണ്ട, ഇത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ മാലാഖയുടെ മുമ്പിൽ ധീരതയോടെ വചനത്തെ പിടിച്ചു നിൽക്കുന്ന പരിശുദ്ധ അമ്മ. മംഗളവാർത്തയുടെ ശക്തമായ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. അവിടെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ദൈവം വചനത്തിന് എതിരായ പ്രവൃത്തി ചെയ്യാൻ നമ്മെ ആരെയും പ്രേരിപ്പിക്കത്തില്ല, പറയത്തില്ല. വചന സത്യമാണ്. അതുകൊണ്ട് മാലാഖ പറയുന്നുണ്ട്, നീ ഇതിനുവേണ്ടി പുരുഷനെ അറിയണമെന്നില്ല, ഈ ഗർഭം ധരിക്കാൻ വേണ്ടി പുരുഷനെ അറിയണമെന്നില്ല. പിന്നെയോ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ ഈ വചനം നിന്നിൽ മാംസം ധരിക്കും. പരിശുദ്ധമ്മയുടെ നിത്യകന്യകാത്വവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ശരിക്കും പിടിക്കേണ്ടത്. മാതാവ് വചനം അനുസരിച്ച് ജീവിച്ചു, മാതാവ് കന്യകയായിട്ട് ജീവിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ പുരുഷനെ അറിയില്ല എന്ന് പറഞ്ഞു. മാലാഖ പറഞ്ഞു, പുരുഷനെ നീ അറിയണ്ട, പിന്നെയോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചത്, മംഗളവാർത്ത അമ്മയിൽ മാംസം ധരിച്ചത് ഒരു ദാമ്പത്യ ബന്ധത്തിലൂടെയല്ല, പുരുഷനെ അറിഞ്ഞിട്ടല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. സ്വർഗമാക്കി നിറഞ്ഞൊരു നാദം, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം. ഈശോയെ ഗർഭം ധരിച്ച പരിശുദ്ധ അമ്മ, ഈശോയെ ഉദരത്തിൽ വഹിച്ച അമ്മ, ഇതാണ് പ്രിയപ്പെട്ടവരെ മംഗളവാർത്തയുടെ ഏറ്റവും ദിവ്യമായ പരമമായ ദിവ്യരഹസ്യം. ഇന്ന് ഈ മംഗളവാർത്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ചിന്തിക്കണം.
ദൈവകൃപയുടെ നിറവ് നഷ്ടപ്പെട്ടു പോയ മാനവകുലം ആ ദൈവകൃപയിൽ നമ്മെ നിറച്ചെടുക്കുവാനായിട്ട് ദൈവമൊരുക്കി രക്ഷാകരമായ പദ്ധതി, അവിടെ ദൈവവചനത്തിന് പരിപൂർണമായിട്ടും തന്റെ ജീവിതത്തെ സമർപ്പിച്ച ആ വചനത്തിൽ നിന്ന് അണുവിട മാറാതെ വചനത്തിനു വേണ്ടി മുറുകെ പിടിച്ചു നിന്ന പരിശുദ്ധ അമ്മയാണ് മംഗളവാർത്തയുടെ കേന്ദ്ര ബിന്ദുവെങ്കിൽ പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്കുള്ള ഉത്തരവാദിത്വം ആ അമ്മയുടെ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈ ആഗമന കാലഘട്ടത്തിൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ ജഡം ദൈവകൃപ നഷ്ടപ്പെട്ടു പോയതാ, ഈ ജഡത്തിൽ ചെയ്തു പോയ പാപങ്ങളെ വെറുത്ത് വിട്ടുപേക്ഷിക്കാൻ, അതിന് പരിഹാരം ചെയ്യാൻ ഈ നോമ്പുകാലത്തിൽ ജഡത്തെ സുഖിപ്പിക്കുന്ന ഭക്ഷണം, ജഡത്തെ സുഖിപ്പിക്കുന്ന മറ്റു കാര്യങ്ങളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ ഈ ജഡത്തെ ആക്കിയെടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനം മാംസം ധരിപ്പിക്കത്തക്ക വിധം ഇതാ കർത്താവെ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈ മാതാവ് അവസാനം നമ്മൾ കാണുന്നുണ്ട്, അതായത് മാതാവിന്റെ അരികിലേക്ക് മാലാഖ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തിന്റെ മേൽ ആവസിക്കും. അതൊന്നും കൂടി ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാലാഖ പറയാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വന്ധിയായിരുന്ന അവൾ ഇന്ന് 6-ാം മാസമാണ്, അവൾക്ക് 6 മാസം ഗർഭിണിയാണ്, വന്ധിയെന്ന് ലോകം പറഞ്ഞതാ. അതുകൊണ്ട് മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ഉറപ്പിച്ചു കൊടുത്തു. അപ്പൊ മാതാവിന് മനസ്സിലായി ഇത് ദൈവത്തിന്റെ ഹിതമാണ്, ഇതിനുവേണ്ടി ദൈവത്തിന്റെ വചനം എന്റെ വൃദ്ധം ഞാൻ ലംഘിക്കേണ്ട, അല്ലെങ്കിൽ അത് വിട്ടുപേക്ഷിക്കേണ്ട, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞ അവസാനത്തെ വാക്യമെന്ന് ശ്രദ്ധിച്ചേ. മാതാവ് പറയാ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അവിടെയും മാതാവ് ദൈവവചനത്തിന് തന്നെ സമർപ്പിച്ചു. അതാണ് മാതാവിന്റെ ശക്തി. പുട്ടഞ്ചേഷി ഈ മംഗളവാർത്തയുടെ ഈ പരിപൂർണമായ സമർപ്പണത്തെയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ മാതാവിനെ കുറിച്ച് പറയാ, ഈ വചനത്തെ കുറിച്ച് പറയാ, ദാറ്റ് വാസ് എ ഡിക്ലറേഷൻ ഓഫ് വാർ അഗൈൻസ്റ്റ് ദ എംപയർ ഓഫ് ഈവിൾ എന്ന് പറയാ. ദുഷ്ടന്റെ സാമ്രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ ദൈവഹിതത്തിന്, ദൈവവചനത്തിന് അടിയറവ് വച്ച പരിശുദ്ധ അമ്മയുടെ ആ വലിയ സമർപ്പണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ, ഈ ആഗമന കാലഘട്ടത്തില് കൃപ നഷ്ടപ്പെട്ടു പോയ, വീണ്ടും അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കൃപ നഷ്ടപ്പെട്ടു പോയ മാനവകുലം, കൃപ നഷ്ടപ്പെട്ട് ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ജഡം, ഇതിനെ കൃപയിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം, ജീവനിൽ നിറച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പരിപൂർണമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും പൗരോഹിത്യത്തെ, സമർപ്പണത്തെ, ജോലിയെ, ബിസിനസിനെ, കൃഷിയിടങ്ങളെ, പഠനത്തെ, സകല കാര്യങ്ങളെയും ദൈവവചനത്തിന് അടിയറവ് വെച്ചുകൊണ്ട് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയും, ഈ ആഗമന കാലഘട്ടം ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി നാം ഒരുങ്ങുന്ന കാലഘട്ടമാ. ക്രിസ്തുവിനെ രക്ഷകനെ ഹൃദയത്തിലും ജീവിതത്തിലും കുടുംബത്തിലും ലോകത്തിലും സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടമാ. മാതാവ് ഈശോയെ സ്വീകരിച്ചത് കൃപയുടെ നിറവില, ദൈവകൃപ നിറഞ്ഞവളായിക്കൊണ്ട. അതിനുവേണ്ടി അമ്മയ്ക്ക് ലഭിച്ചത് കർത്താവിന്റെ ബലിയുടെ യോഗ്യതയാണെങ്കിൽ ഇന്നും ആ ബലി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ ബലിയിലൂടെ, കുംഭസാരത്തിലൂടെ, മാനസാന്തരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ആ ബലിയുടെ യോഗ്യത സ്വന്തമാക്കി അമലോത്ഭവത്തിന്റെ അതേ പരിശുദ്ധി സ്വന്തമാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, വചനത്തെ ലംഘിച്ച എന്തെങ്കിലും ജീവിതത്തിന്റെ അനുഭവങ്ങളോ അവസ്ഥകളോ വീഴ്ചകളോ കുറവുകളോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി പരിഹരിച്ച് വചനത്തിന് യോഗ്യമാക്കി മാറ്റ്, വചനത്തിന് അനുരൂപമാക്കി മാറ്റ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മളും ദൈവകൃപ നിറഞ്ഞവരായിട്ട് മാറും, ദൈവിക ചൈതന്യം നിറഞ്ഞവരായിട്ട് മാറും. ഇവിടെ ദൈവത്തിന്റെ വചനം, രക്ഷകനായ ക്രിസ്തു നമ്മിൽ ഓരോരുത്തരിലും മാംസം ധരിക്കും. ആ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ കാലഘട്ടത്തില്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊക്കെ ജഡത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഇവിടെ നമുക്ക് കാണാം, നമ്മളെല്ലാം ഒരുക്കൊണ്ട് നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ അതിലൊന്നുമല്ല, ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് കൃപ നഷ്ടപ്പെട്ട് ജഡമായി പോയ മനുഷ്യനെയും കുടുംബത്തെയും നിന്റെ പാരമ്പര്യത്തെയും നിന്റെ തലമുറയെയും നിന്റെ മക്കളെയും നിന്റെ വീടിനെയും മണ്ണിനെയും ജോലി, കൃഷി, പഠനം, പൗരോഹിത്യം എല്ലാ മേഖലകളെയും ഈ കൃപയിലാക്കിയെടുത്ത് അവിടെ ദൈവത്തെ മാംസം ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈശോ വന്ന് ജനിക്കുന്ന,
ഈശോ വന്ന് പിറക്കുന്ന വലിയൊരു അനുഭവത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കൃപ നഷ്ടപ്പെട്ടു പോയ അതുകൊണ്ടാണ് സമാധാനമില്ല ലോകത്തില്, സന്തോഷമില്ല ലോകത്തില്. എല്ലാം ഉണ്ട്. ഇന്ന് ലോകത്തിൽ നോക്കിക്കേ, എല്ലാം ഉണ്ടെന്ന്. സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഒത്തിരിയേറെ ഹോസ്പിറ്റലുകളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ മനുഷ്യന് സമാധാനമില്ല. എന്തുകൊണ്ടാ? കൃപ നഷ്ടപ്പെട്ടു പോയി. ഈശോ അതുകൊണ്ടാണ് ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ മാലാഖമാര് ആട്ടിടയന്മാര് അടുക്കിലേക്ക് ചെന്നിട്ട് പാടുന്നൊരു പാട്ടുണ്ട്. അഭിസംബോധന പറയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2:14 വായിക്കുക. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ കൃപ നഷ്ടപ്പെട്ടു പോയ ഈ ലോകത്തില് പ്രിയപ്പെട്ടവരെ, ഈ ദൈവകൃപ നിറച്ചെടുക്കാനായിട്ട് ഈ ആഗമന കാലഘട്ടത്തില് നമ്മൾ ശരിക്കും ഒന്ന് പരിശ്രമിച്ചാൽ, ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മാതാവൊക്കെ അതുപോലെ നോക്കിക്കേ, ഞാൻ അറിയുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാവിന്റെ വാക്കാണ് അറിയുന്നില്ല. എനിക്കറിയണ്ട എന്നുള്ളത്. ആ മംഗളവാർത്തയുടെ ഏറ്റവും കരുത്തുള്ള വാക്കാണ് ഞാൻ അറിയുന്നില്ല. നമ്മളും പറയണം എനിക്കറിയണ്ട, എനിക്ക് കൃപ നഷ്ടപ്പെട്ടു പോകുന്ന വചനത്തിന് എതിരായിട്ടുള്ള ഈ പ്രവൃത്തി, ഈ കാര്യം എനിക്ക് കാണണ്ട, കേൾക്കണ്ട, അനുഭവിക്കണ്ട, സുഖിക്കണ്ട, എനിക്ക് അറിയുക പോലും വേണ്ട എന്ന് പറയത്തക്ക ആണത്വം. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ചങ്കൂറ്റം എന്ന് പറയുന്നത്. അവിടെയാണ് അമ്മ കൃപ നിറഞ്ഞവളായിട്ട് മാറിയത്. ആദത്തിന് ഹവ്വയ്ക്കും ആ ആണത്വം ഇല്ലാണ്ട് പോയി. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും, പറയണം. ആ പിശാചിനോട് പറയണമായിരുന്നു, എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുന്നു, എന്റെ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുന്നു, ഞാൻ നശിക്കുന്നു. അതുകൊണ്ട് ഈ വചനത്തെ ലംഘിക്കാൻ ഞാൻ ഒരുക്കമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടം ആത്മശോധനയുടെ കാലഘട്ടമാണ്. നമ്മെ തന്നെ പരിശോധിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ പരിശോധിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ ജീവിത മാർഗങ്ങളെ ഒന്ന് പുനഃപരിശോധന ചെയ്യാൻ. പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ജീവിത തകർച്ചകള്, പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ചോദിക്കണം, എന്തുകൊണ്ട് 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 ഇതൊക്കെ സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, സംഭവങ്ങളിലേക്ക് തിരിയുമ്പോഴൊക്കെ നമ്മളൊക്കെ എത്തിച്ചേരുന്ന ഒരിടമുണ്ട്. ക്രിസ്തു എന്റെ ജീവിതത്തിൽ ജനിക്കത്തക്ക വിധം ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ദൈവകൃപയില് ജീവിക്കുവാൻ എനിക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് ഈ മംഗളവാർത്ത ഇന്ന് പരിശുദ്ധ അമ്മയിൽ മാത്രമല്ല, എന്റെയും നിന്റെയും ജീവിതത്തില്, കുടുംബത്തിലും ജീവിത മേഖലകളിലും ഈ മംഗളവാർത്ത സ്വീകരിക്കുവാൻ, ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, ഈശോ നമ്മിൽ മാംസം ധരിക്കാൻ ഇടയാകത്തക്ക വിധത്തില് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചെടുക്കുവാനുള്ള വലിയ ഒരു ആഹ്വാനം ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ദിവ്യമായ സന്ദേശം ക്രിസ്തു നമ്മിൽ ജനിക്കുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥയെ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. മാനവകുലത്തിന്റെ മേല്, മാനവ സംസ്കാരത്തിന്റെ മേല് കടന്നു വന്നിരിക്കുന്ന ആധിപത്യങ്ങളെ മനസ്സിലാക്കുക. എന്നിട്ട് അവിടെയെല്ലാം ദൈവികമായ ജീവന്റെ, ദൈവികമായ കൃപയുടെ, ദൈവവചനത്തിന്റെ ജീവന്റെ സമൃദ്ധി നിറച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഞാൻ പറയും, ഈ ക്രിസ്മസ് കാലഘട്ടം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ ഒരു അനുഭവമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇപ്പൊ നോമ്പിന്റെ ചൈതന്യത്തിലാണ്. നമ്മുടെ ജഡത്തിന് സ്വാഭാവികമായ പ്രകൃതികളെ വേണ്ടാന്ന് വയ്ക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ ഈ ദൈവകൃപ നഷ്ടപ്പെട്ട് ജഡമായി പോയ മനുഷ്യന് 3 സ്വഭാവം ഉണ്ടെന്നാ പറയാ. 1 ഇര തേടുന്ന സ്വഭാവം, 2 ഇണ ചേരുന്ന സ്വഭാവം, 3 ഉറങ്ങുന്ന സ്വഭാവം. ദൈവകൃപയില് നമുക്ക് ജീവിക്കണമെങ്കിൽ, വളരണമെങ്കിൽ ഈ 3 സ്വഭാവത്തെയും നമ്മൾ മാറ്റണം. നോമ്പുകാലത്ത് ഏറ്റവും അധികം ചെയ്യേണ്ടത് അതാണ്. ഈ ഇര തേടുന്ന സ്വഭാവത്തെ മാറ്റിക്കൊണ്ട് മാംസം, ഇതൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇര തേടൽ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. 2 ഇണ ചേരുന്ന സ്വഭാവം, ജഡികാസക്തിയെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാത്തിനെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ജഡത്തെ ആ ദൈവത്തിന്റെ കൃപ കൊണ്ടും വചനം മാംസം ധരിക്കാനും വേണ്ടി ദൈവസന്നിധിയിലേക്ക് നമ്മൾ തന്നെ അടിയറവ് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 3 ഒരേ സമയം ജാഗരണത്തിൽ ഉറക്കം ഇല്ലാതെ എന്ന പോലെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അതുപോലെ ദൈവകൃപയിൽ ആക്കിയെടുക്കണം. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാ പ്രതിസന്ധികളുടെ പ്രശ്നം, തകർച്ചകളുടെ പ്രശ്നം, എല്ലാത്തിനും പിന്നിൽ ഈ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയെ. അതുകൊണ്ട് മാതാവിനോട് മാലാഖ പറഞ്ഞ ആ വലിയ അഭിസംബോധന സ്വന്തമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ആ കൃപയിൽ നിറയാൻ വേണ്ടി മാതാവ് ജീവിച്ച ജീവിതം, മാതാവ് സമർപ്പിച്ച വചനാധിഷ്ഠിതമായ സമർപ്പണം, അത് നമുക്കും സ്വന്തമാക്കിയെടുക്കാനായിട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങള്
നമ്മുടെ കുടുംബങ്ങള്, പൗരോഹിത്യങ്ങള്, സമർപ്പണ ജീവിതങ്ങള് അനുഗ്രഹത്തിൻ്റെതായി മാറും. മാത്രമല്ല സമാധാനം, സന്തോഷം, സംതൃപ്തി കൈവരും നമ്മുടെ ജീവിതത്തിൽ. ഈ ക്രിസ്മസ് ഞാൻ പറഞ്ഞില്ലേ, ഒരാഘോഷത്തിന്റെ, ജഡികമായ ആഘോഷത്തിന്റെ കാലഘട്ടമാകാതെ കൃപയുടെ നിറവുള്ള ഒരു ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി ഈ പറഞ്ഞ സന്ദേശങ്ങൾക്കനുസരിച്ച് മാതാവിന്റെ ഒരു ജീവിത മാതൃക, അതാണ് മാതാവിനെ കുറിച്ച് പറയാ, മേരി ഈസ് ദ മോഡൽ ആൻഡ് എക്സാമ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയാ. ക്രൈസ്തവ ജീവിതത്തിന് മാതൃകയും വഴികാട്ടിയുമാണ് മാതാവ്. ജീവിക്കണോ, വളരണോ, മാതാവിനെ നോക്കിയാൽ മതി, മാതാവിനെ പോലെ സമർപ്പിച്ചാൽ മതി, മാതാവിനെ പോലെ കർത്താവിന് വിട്ടുകൊടുത്താൽ മതി. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ആഗമന കാലത്തില് മംഗളവാർത്തയോർത്ത് ധ്യാനിക്കുന്ന അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവകൃപ നിറയപ്പെടാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൃപ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ ഞങ്ങളുടെ പാപങ്ങള്, ഞങ്ങളുടെ മേലുള്ള ആധിപത്യങ്ങള്, അടിമത്തങ്ങള് കർത്താവെ അവിടുന്ന് അങ്ങയുടെ ബലിയുടെ യോഗ്യതയിൽ നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമരുടണമേ കർത്താവെ. മാതാവിനെ പോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഞങ്ങൾ വിശുദ്ധീകരിക്കട്ടെ, ക്രമീകരിക്കട്ടെ. അമ്മേ മാതാവേ, അമ്മയെ പോലെ ദൈവകൃപയിൽ കർത്താവിന് സമർപ്പിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ചും പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം